ഇപ്പോൾ 9ാം വീക്ക് കഴിഞ്ഞ് 10ാം വീക്കാണ്. 10ാം വീക്കിലെ സേവനം ഇന്ന് കുറച്ച് ദേഷ്യപ്പെട്ട സാഹചര്യത്തിലേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് ചോദ്യം ചെയ്തപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ശ്രദ്ധ ചെറിയ രീതിയിൽ ഗ്രൂപ്പിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ്. അത് മാറണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതാണ്. അപ്പോൾ സത്യസന്ധത എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ചെയ്ത് തന്നെ വലിയൊരു കാര്യമാണ്. 46 ദിവസമാണെങ്കിൽ തന്നെ അത് വലിയൊരു നമ്പറാണ്. അതൊരു റിക്കവറി നമ്പർ പോലത്തെ സംഭവമാണ്. അത് യൂസ്ലെസ് ഒന്നുമല്ല. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് മുന്നേറ്റമാണ്. സർവീസ് സേവനം നിർത്താതിരിക്കുക പരമാവധി ഇമ്പോർട്ടൻ്റ് ചെയ്യുക. കാരണം നല്ല രീതിയിലുള്ള സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ്, നല്ല രീതിയിലുള്ള മാനസിക ശക്തി, ഒരു സ്പിരിച്വൽ ശക്തി, ആത്മീയ ശക്തി എല്ലാം വരുന്നുണ്ടെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് പരമാവധി രീതിയിൽ ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യാൻ ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ്. ഡാൻസ് ചെയ്താൽ ശക്തി കുറഞ്ഞു ക്ഷയിച്ച് കൈവിട്ടു പോകുന്നില്ല. ആ സേവനത്തിന് ഇത്തവണ കിട്ടിയ ആ ഒരു അവസരം അത് കളയാതെ സേവനം നിരന്തരമായിട്ട് 4 ദിവസം വെച്ച് വർഷങ്ങളോളം ചെയ്യുക മൊത്തം ചെയ്യുന്നതിന് അത്രയും നല്ലതാണ്. അത് വേക്കൻസിയുടെ മോചനം എന്ന് പറയുന്ന ഉദാഹരണത്തിന് 10,000 ഏറ്റെടുത്ത് നടന്നാൽ തീർച്ചയായിട്ടും ദൈവം ഈ അസുഖം, ഈ കോൺഡിഷൻ എന്ന് പറയുന്ന അസുഖം മനുഷ്യന് മാറ്റുന്നതിന് ഒരു സംശയമില്ല. അപ്പോൾ ഈ ആവശ്യത്തിൽ അടുത്ത എൻ്റെ സർവീസിനായിട്ട് ഇനിയും എനിക്ക് തോന്നുന്നു പതിനഞ്ച് മണിക്കൂർ പ്ലസ് 18 മണിക്കൂറുണ്ട് എൻ്റെ അടുത്ത സർവീസിന് വേണ്ടി. അപ്പോൾ രാവിലെ എണീക്കുക എന്നുള്ളതും ഫോൺ റീചാർജ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതും 2 ഫോൺ അലാറം വയ്ക്കുക എന്നുള്ളതും എല്ലാം സൈലൻസ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതും നെറ്റ് റീചാർജാണോ നെറ്റ് തീർന്നതും നോക്കുന്നതും കറണ്ട് നോക്കുന്നതും എല്ലാം അതൊക്കെ ഒരു നമുക്ക് ജീവിതത്തിലെ പ്രിയോറിറ്റി സത്യം മാറാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു എനേബിൾസ്. അപ്പോൾ ഈ വൃത്തികെട്ട ഹോർമോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മാനസിക രോഗം എടുത്ത് മാറ്റപ്പെടും എന്നാൽ നമ്മൾ വിശ്വാസത്തിന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് അങ്ങനെ. അപ്പോൾ അതിൽ നിരന്തരമായിട്ട് നിന്ന് തന്നെയാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റിയത്. നിൽക്കാൽ കയറാൻ സാധിച്ചത് വലിയൊരു സംഭവമാണ്. കാര്യം ആ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ശക്തമായ ഒരു മുന്നേറ്റം, ഒരു ലീഡർഷിപ്പ് സ്കിൽസ് തന്നെയാണ് എനിക്ക് ഇപ്പോൾ സ്കിൽ ഉണ്ടെന്ന് തീരാൻ സാധിച്ചത് എന്ന് സത്യസന്ധമായി പറയട്ടെ.